ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, അക്കൗണ്ടിങ് പ്രോസസ് ആൻഡ് റൂൾസ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ആദ്യമായിട്ട് അക്കൗണ്ടിങ് പ്രോസസ്സ്, അക്കൗണ്ടിങ് സൈക്കിള്, ഇത് രണ്ടും ഈ ഒരു രണ്ട് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൻ്റെ, ഒരു സിംഗിൾ അക്കൗണ്ടിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അക്കൗണ്ട്സിനെ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്സ്, ഈ മൂന്ന് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് ഡബിൾ എൻട്രി. അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഡബിൾ എൻട്രി കൺസെപ്റ്റ്. ആ ഡബിൾ എൻട്രി കൺസെപ്റ്റ് എങ്ങനെയെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷനിലും റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്ട്സും ഉണ്ട്. ഈ രണ്ട് ആസ്പെക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂള്. ഒരു അക്കൗണ്ടൻറ്റിന് ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ട റൂളാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ ഏതൊക്കെ അക്കൗണ്ടിനെയാണ് അത് അഫക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഏതൊക്കെ അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യുക, ഏതൊക്കെ അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. അതായത് അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. എവറി ബിസിനസ് ആക്ടിവിറ്റി ദാറ്റ് ഹാസ് financial impact must be recorded properly to provide useful information to management and other stakeholders. അതായത് അക്കൗണ്ടിങ് എന്താണ്? ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുക. ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് ത്രൂ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് അക്കൗണ്ടിങ് പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ആദ്യമായിട്ട് നമ്മളൊരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അത് അനലൈസ് ചെയ്യണം, എന്നിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ അക്കൗണ്ട്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളതിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിനെ ക്ലാസിഫൈ ചെയ്യാൻ മനസ്സിലാക്കണം. അതായത് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, ഈ രീതിയിൽ നമ്മൾ അക്കൗണ്ടിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതുപോലെ തന്നെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. നമുക്കറിയാം എല്ലാ അക്കൗണ്ടിങ് മെത്തേഡും വർക്ക് ചെയ്യുന്നത് ഇന്ന് ഡബിൾ എൻട്രി പ്രിൻസിപ്പിളാണ്. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ട്, മിനിമം രണ്ട് എഫക്റ്റ്, രണ്ട് അക്കൗണ്ടിൽ അത് എഫക്റ്റ് ചെയ്യും. ഒന്ന് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ്. നമ്മൾ എപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും എല്ലാ സമയത്തും ഈക്വൽ ആയിട്ടായിരിക്കും വരിക. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് അക്കൗണ്ടിങ് പ്രോസസ്സ് നോക്കാം. ഒരു അക്കൗണ്ടിങ് നടക്കുന്നുള്ള പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. ആദ്യമായിട്ടുള്ള പ്രോസസ്സ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എല്ലാ ട്രാൻസാക്ഷനും ആദ്യം നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യും. നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്ത് ജേണലിൽ റെക്കോർഡ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജ് എന്നുള്ള ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ജേണലിൽ റെക്കോർഡ് ചെയ്തത് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ? ആദ്യം നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യും, ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യും, പിന്നെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും. ലെഡ്ജർ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഓരോ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ലെഡ്ജർ. നമ്മൾ ഓരോ എക്സ്പെൻസ്, ഇപ്പോൾ നമ്മളെ ഡിപ്രിസിയേഷൻ എത്രയാണ്, ഇലക്ട്രിസിറ്റി എത്രയാണ്, ഇതൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ലെഡ്ജറിലേക്കാണ്. ഇനി അടുത്തത് സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെഡ്ജർ സമ്മറൈസ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത് കാര്യമായിട്ട് നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. ട്രയൽ ബാലൻസ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് നമ്മൾ ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത്. അതാണ് ഫൈനൽ അക്കൗണ്ട്സ്. അടുത്ത സ്റ്റേജാണ് ഇൻ്റർപ്രറ്റിങ്. നമ്മൾ ഈ റിപ്പോർട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഈ ഡാറ്റ അനലൈസ് ചെയ്ത്, ഈ റിപ്പോർട്ടുകൾ അനലൈസ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ആ അക്കൗണ്ടിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതാണ് ഇൻ്റർപ്രറ്റിങ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റെപ്പിനെ ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഒരു ബിസിനസ് സൈക്കിൾ ഈ സ്റ്റെപ്പുകൾ നടക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കും. ഫോർ എക്സാമ്പിൾ ഒരു സെയിൽ നടന്നു. ആദ്യമായിട്ട് ട്രാൻസാക്ഷൻ നടക്കുകയാണ് വേണ്ടത്, അല്ല ആദ്യം തന്നെ അക്കൗണ്ടിങ് ചെയ്യല്ല. ആദ്യം ഒരു ട്രാൻസാക്ഷൻ നടക്കും. ആ ട്രാൻസാക്ഷൻ നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യും. നമുക്കറിയാം ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഒരു അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അതാണ് ജേണൽ എൻട്രി. പിന്നെ ജേണൽ എൻട്രീസ് ആർ പോസ്റ്റഡ് ഇൻ ടു ലെഡ്ജർ. അതിനുശേഷം നമ്മൾ ആ ജേണൽ എൻട്രി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ഓരോ ഇൻഡിവിജ്വൽ ലെഡ്ജറിലേക്കും അത് പോസ്റ്റ് ചെയ്യും. പിന്നെ ആ ലെഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും.
ആ ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഫൈനൽ അക്കൗണ്ട്സ് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? അത് ഒന്ന് കാര്യമായിട്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ റിസൾട്ട്സ് ആർ അനലൈസ്ഡ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ്. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്താണ്, ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ രണ്ടും അനലൈസ് ചെയ്തുകൊണ്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ ആ ഒരു ബിസിനസ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് കൊണ്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. പിന്നെ അടുത്തത് ഓപ്പണിംഗ് ബാലൻസസ് ആർ ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് പീരീഡ്. നമുക്കറിയാൻ പറ്റും ഇപ്പോൾ അസറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലും ഏത് ലെഡ്ജറിലും എന്തെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ്, ഫോർ എക്സാമ്പിൾ ഈ പീരീഡിൽ ഒരു ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അടുത്ത പീരീഡിൽ ഓപ്പണിംഗ് ബാലൻസസ് ആണ്. ആ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ അടുത്ത പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സൈക്കിളാണ്. ഒരു വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു പീരീഡ് എൻഡിൽ എന്താണോ ഈ അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ളത് അത് അടുത്ത പീരീഡിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഈ സ്റ്റെപ്പുകളൊന്ന് എലാബറേറ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. നമ്മൾ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? ജേർണൽ എൻട്രി ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുക. എന്തായിരുന്നു ജേർണൽ എൻട്രി? ജേർണൽ എൻട്രി നമ്മളൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്ന എൻട്രീനെയാണ് ജേർണൽ എൻട്രി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സെയിൽസ് നടന്നു കഴിഞ്ഞു, നമ്മളൊരു ക്യാഷ് സെയിൽസ് നടന്നു കഴിഞ്ഞു, നമ്മൾ ജേർണൽ എൻട്രി എന്താ പാസ് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. ഈ ഡെബിറ്റ് ക്രെഡിറ്റിൻ്റെ റൂള് ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്, നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തു, നമ്മളെന്താ റെക്കോർഡ് ചെയ്യുക? ഇലക്ട്രിസിറ്റി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും എല്ലാ ട്രാൻസാക്ഷൻ ബിസിനസ് നടന്നു കഴിഞ്ഞാലും നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എല്ലാ ട്രാൻസാക്ഷനും ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേർണൽ. അതുകൊണ്ട് തന്നെ ഇത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയും. അതായത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേർണൽ എൻട്രിയിലാണ്. ഈ ട്രാൻസാക്ഷൻ നമ്മൾ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുക? ഒന്നാം ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ. അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കും. അതായത് ആദ്യം നടന്ന ട്രാൻസാക്ഷൻ ആയിരിക്കും ആദ്യം നമ്മൾ ജേർണൽ വൗച്ചറായിട്ട് ബുക്ക് ചെയ്യുക, പിന്നീട് നടന്ന ട്രാൻസാക്ഷൻ പിന്നീട്. ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ട്രാൻസാക്ഷൻസ് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്. നമ്മൾ ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ വെറുതെ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഏത് ട്രാൻസാക്ഷൻ ബുക്ക് ചെയ്യുമ്പോഴും എന്താണ് നമുക്കൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് വേണ്ടി വരും. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തു, എന്തായിരിക്കും അതിൻ്റെ ഇലക്ട്രിസിറ്റി, അതിൻ്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ അതിൻ്റെ ബില്ല് നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ സാലറി പേ ചെയ്തു, എംപ്ലോയീസിൻ്റെ സാലറി പേ ചെയ്തു, ആ പേറോളിൻ്റെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ എംപ്ലോയി റിസീവ് ചെയ്ത വൗച്ചർ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഏത് ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ അതൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് മസ്റ്റായിട്ടും അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയായിരിക്കും സോഴ്സ് ഡോക്യുമെൻ്റ്? ക്യാഷ് മെമ്മോ, ഇൻവോയ്സ്, റെസിപ്റ്റ്, വൗച്ചർ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ബാങ്ക് അഡ്വൈസ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഓരോ ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ ഡോക്യുമെൻ്റ് എന്തിനാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്? ഇനി ഫ്യൂച്ചറിൽ ഈ അക്കൗണ്ടിങ് വെരിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ റിയൽ ട്രാൻസാക്ഷനാണ്, ഈ ഒരു ട്രാൻസാക്ഷൻ ശരിക്കും നടന്നിട്ടുള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള പ്രൂഫുകളാണ് ഈ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ. അപ്പോൾ ഓരോ ജേർണൽ വൗച്ചറും നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ എൻട്രികളും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ജേർണൽ വൗച്ചർ എന്ന് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ക്ലാസിഫൈങ് ട്രാൻസാക്ഷൻസ്. നമ്മളെല്ലാ ട്രാൻസാക്ഷൻസും ജേർണൽ വൗച്ചറായിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ബേസിക് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് കഴിഞ്ഞത്. ഇനി ഈ ഒരു ജേർണൽ എൻട്രി ഈ ജേർണൽ റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ലെഡ്ജർ പറഞ്ഞാൽ എന്താണ്? ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ദാറ്റ് സമ്മറൈസ് സിമിലർ ട്രാൻസാക്ഷൻസ്. അതായത് സിമിലർ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് അക്കൗണ്ടാണ്. അതെന്ത് ചെയ്യും? സിമിലർ ട്രാൻസാക്ഷൻസ് സമ്മറൈസ് ചെയ്ത് ഒറ്റ അക്കൗണ്ടിലേക്ക് മാറ്റും. ഈ ഒരു ലെഡ്ജറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീരീഡിൽ ടോട്ടൽ എത്ര ക്യാഷ് നമുക്ക് ഇന്നായിട്ട് വന്നിട്ടുണ്ട്, എത്ര ക്യാഷ് പോയിട്ടുണ്ട്, ഫർണിച്ചറിലെ നമ്മളെ ബാലൻസ് എത്രയാണ്, എത്ര ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര ഡിപ്രീഷിയേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മെഷീനറി ബാലൻസ് എത്രയാണ്, എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര നമുക്ക് ക്രെഡിറ്റ് ഡിപ്രിസിയേഷൻ ചെയ്ത് പോയിട്ടുണ്ട്, നമ്മൾ ടോട്ടൽ റെൻറ്റ് എത്ര ആയിരുന്നു, എത്ര റെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, എത്ര റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കസ്റ്റമർ അക്കൗണ്ട്,
ഓരോ കസ്റ്റമർക്ക് നമ്മൾ എത്ര സെയിൽ ചെയ്തിട്ടുണ്ട്, എത്ര ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കസ്റ്റമറെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഡ്ജർ ഉപയോഗിക്കുന്നത്. ഈ ജേണൽ വൗച്ചറിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോവുക. എന്നാൽ ലെഡ്ജറിൽ ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട്, നമ്മൾ ക്യാഷ് അക്കൗണ്ട് എടുക്കുകയാണ്, നമ്മൾ ജേണൽ വൗച്ചറിൽ എവിടേക്കാണോ ക്യാഷ് വന്നിട്ടുള്ളത് അതിനൊക്കെ ഈക്വലായിട്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യും ക്രെഡിറ്റും ചെയ്യും. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് ക്യാഷ് റിസീവ് ചെയ്ത JV ആണെങ്കിൽ നമ്മൾ അവിടെ ഡെബിറ്റ് ചെയ്യും. എന്നാൽ ക്യാഷ് പേ ചെയ്ത ജേണൽ വൗച്ചർ ആണെങ്കിൽ നമ്മൾ അതിന് അഗെയിൻസ്റ്റ് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ടോട്ടൽ ജേണൽ അനലൈസ് ചെയ്തുകൊണ്ട് അപ്പോൾ ക്യാഷായിട്ട് ബന്ധപ്പെട്ട എവിടേക്കാണോ JV വന്നിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഈ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഫർണിച്ചർ അക്കൗണ്ടും. ഇപ്പോൾ ഫർണിച്ചർ നമ്മൾ JVകൾ 1 by 1 ആയിട്ട് റിവ്യൂ ചെയ്യും. JVയിൽ എവിടേക്കാണോ ഫർണിച്ചർ വന്നിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഈക്വലായിട്ട് ഈ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. മെഷീനറി അതേപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് JV നമ്മൾ അനലൈസ് ചെയ്യും. 1 by 1 ആയിട്ട് നമ്മൾ ഓരോ JVയും അനലൈസ് ചെയ്യും. അതിലെവിടേക്കാണോ മെഷീനറി വന്നിട്ടുള്ളത്, മെഷീനറി ഡെബിറ്റ് ആയിക്കോട്ടെ ക്രെഡിറ്റ് ആയിക്കോട്ടെ എവിടെയാണോ വന്നിട്ടുള്ളത് അതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. റെൻറ്റ് അതുപോലെ തന്നെ, കസ്റ്റമർ അക്കൗണ്ട് അതുപോലെ തന്നെ, നമ്മളെ സാലറി അക്കൗണ്ട് അതുപോലെ തന്നെ, അങ്ങനെ എല്ലാ എക്സ്പെൻസുകളും എല്ലാ കാറ്റഗറിയും എല്ലാ അക്കൗണ്ടിനേക്കും നമ്മൾ എന്ത് ചെയ്യും, എവിടേക്കാണ് ഡെബിറ്റ് വന്നിട്ടുള്ളത് എവിടേക്കാണ് ക്രെഡിറ്റ് വന്നിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഈ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓരോ കാറ്റഗറിക്കും ഒരു സമ്മറി കിട്ടും. ഇതിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ JV ആകെ ക്രോണോളജിക്കൽ ഓർഡറിൽ കിടക്കുന്നതിനെ ഓരോ കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഈ ഒരു പ്രോസസ്സിനെയാണ് ലെഡ്ജറിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുത്ത പ്രോസസ്സ് സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ലെഡ്ജർ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ ലെഡ്ജറിലെയും ബാലൻസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസിൽ എന്താണ് ഷോ ചെയ്യിക്കുന്നത്, നമ്മളെ ടോട്ടൽ ഡെബിറ്റ് ലെഡ്ജേഴ്സ് എത്രയാണ്, ടോട്ടൽ ക്രെഡിറ്റ് ലെഡ്ജേഴ്സ് എത്രയാണ്. ഈ ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കും. നമ്മളെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസിൽ ടോട്ടൽ ഡെബിറ്റ് ബാലൻസും ടോട്ടൽ ക്രെഡിറ്റ് ബാലൻസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതിന് കാരണം എന്താണ്, നമ്മൾ ഈക്വൽ ആയിട്ടാണ് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നത്. ഒരു ട്രാൻസാക്ഷനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം എമൗണ്ടിന് മറ്റൊരു അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് എപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ടായിരിക്കും വരിക. അതുകൊണ്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഡെബിറ്റ് ബാലൻസും ടോട്ടൽ ക്രെഡിറ്റ് ബാലൻസും ട്രയൽ ബാലൻസിൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇനി ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത അക്കൗണ്ടിങ് എൻട്രിയിൽ ജേണലിലോ ലെഡ്ജറിലോ എവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈക്വൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക ട്രയൽ ബാലൻസ് ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. എവിടെയാണോ നമുക്ക് മിസ്റ്റേക്ക് ഉള്ളത് അത് 1 by 1 ആയിട്ട് റിവ്യൂ ചെയ്ത് കണ്ടുപിടിച്ച് ട്രയൽ ബാലൻസ് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ മാത്രമേ, ഡെബിറ്റും ക്രെഡിറ്റും ട്രയൽ ബാലൻസിൽ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ നോക്കാം. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഈക്വാലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡെബിറ്റ് ചെയ്തതും ക്രെഡിറ്റ് ചെയ്തതും JVയിലെല്ലാം ജേണൽ വൗച്ചറിൽ ഈക്വൽ ആയിട്ടാണ്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ ട്രയൽ ബാലൻസിൽ എപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ ടെസ്റ്റ് വെദർ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ഹാസ് ബീൻ ഫോളോഡ്. നമ്മൾ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈനൽ അക്കൗണ്ടായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് ഫൈനൽ അക്കൗണ്ട്സ്. നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, നമ്മളെ ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും ഈക്വലായി വന്നാൽ അടുത്ത പ്രോസസ്സ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഫൈനൽ അക്കൗണ്ട്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 അക്കൗണ്ടാണ്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് ലോസ് ആണ്. കമ്പനി ബിസിനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണോ എന്ന് തീരുമാനിക്കുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ, കമ്പനി നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും ഇത് തീരുമാനിക്കുന്ന അക്കൗണ്ടാണ്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ ടോട്ടൽ എത്ര അസറ്റ് ഉണ്ട്, എത്ര ലാബിലിറ്റി ഉണ്ട്, എത്ര ഇക്വിറ്റി ഉണ്ട്, ഇത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നോർമലി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. ആദ്യം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അതിനുശേഷം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാര്യമായിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിറ്റു, അതിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി കമ്പനീൻ്റെ എല്ലാ എക്സ്പെൻസുകളും, ബാക്കി അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ആ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റും കിട്ടും. ഇങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ തന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷനാണ് കാണിക്കുന്നത്. കമ്പനിയിൽ ടോട്ടൽ എത്ര അസറ്റ് ഉണ്ട്, എത്ര ലാബിലിറ്റി ഉണ്ട്, എത്ര ഓണേഴ്സിൻ്റെ എത്ര ഇക്വിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ഫണ്ട് എത്ര ഉണ്ട്, ഇത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. അതായത് അസറ്റ് ഓൺഡ് ബൈ ബിസിനസ്, ലാബിലിറ്റീസ് ഓൺഡ് ബൈ ബിസിനസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താണ്? ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്. നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഈ ഫൈനൽ അക്കൗണ്ട് അതിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്ത് അത് മാനേജ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമ്മളെ അക്കൗണ്ടിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ റിസൾട്ടുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മളെ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ, ലിക്വിഡിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ, സോൾവൻസി ഇവാലുവേറ്റ് ചെയ്യാൻ, ഫ്യൂച്ചർ ഏണിംഗ് കപ്പാസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈനാൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. എന്താണ് പ്രോഫിറ്റബിലിറ്റി? പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി. അതായത് ഇത്ര സെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, 1,00,000 രൂപ സെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര രൂപ നമ്മളെ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് നമുക്ക് പ്രോഫിറ്റ് വരും, ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും, എത്ര ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടാവും, എത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും, ഇതാണ് പ്രോഫിറ്റബിലിറ്റി. ഇനി ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീൻ്റെ ഷോർട്ട് ടേം ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കമ്പനീൻ്റെ എബിലിറ്റിയാണ് ലിക്വിഡിറ്റി. അതായത് കമ്പനിക്ക് കുറേ കറണ്ട് അസറ്റ് ഉണ്ടാവും, കറണ്ട് ലാബിലിറ്റി ഉണ്ടാവും. കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ പേ ചെയ്യേണ്ട ലാബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതകളാണ് കറണ്ട് ലാബിലിറ്റി എന്ന് പറയാം. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറണ്ട് ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി. ഇനി സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ലോങ് ടേം ലാബിലിറ്റി ഉണ്ടാവും, ലോങ് ടേം അസറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് ഉണ്ടാവും. ലോങ് ടേം ലാബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് ശേഷം നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട ലാബിലിറ്റീസാണ് ലോങ് ടേം ലാബിലിറ്റീസ്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന് അപ്പുറം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അസറ്റ് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ അസറ്റുകളാണ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയാം. നമ്മൾ ഈ ലോങ് ടേം ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ഫിക്സ്ഡ് അസറ്റ് കമ്പനിയിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് സോൾവൻസി. അതിന് ഫ്യൂച്ചർ ഏണിംഗ് കപ്പാസിറ്റി, ഈ കമ്പനിക്ക് ഇനി എത്ര ഏണിംഗ് കപ്പാസിറ്റി ഉണ്ട് ഫ്യൂച്ചറിൽ, ഇതെല്ലാം മെഷർ ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് പല തീരുമാനങ്ങൾ എടുക്കാനും ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഒന്ന് കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് അവർ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യൽ റെക്കോർഡ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുമോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യമാണ്. പിന്നെ ബാങ്ക് നമുക്കൊരു ലോൺ തരികയാണ്. ആ ലോൺ തരികയാണെങ്കിൽ ബാങ്കിന് അറിയണം ഈ ബിസിനസ്സിന് ഈ ലോൺ റീപേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിന് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ആവശ്യമാണ്. പിന്നെ ക്രെഡിറ്റേഴ്സ്, നമുക്ക് ക്രെഡിറ്റിന് തരുന്ന ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ സപ്ലയേഴ്സ്. അവർക്കും നമ്മളെ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ സൗണ്ട് എത്രത്തോളം ഫൈനാൻഷ്യലി സൗണ്ടാണെന്ന് അറിയേണ്ടതുണ്ട്. കാരണം എന്താണ്, അവർ ക്രെഡിറ്റിന് നമുക്ക് ഗുഡ്സ് തന്നു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് ഡ്യൂ ആവുമ്പോൾ അത് തിരിച്ചു കൊടുക്കാനുള്ള എബിലിറ്റി ബിസിനസ്സിനുണ്ടോ എന്നുള്ളത് അവർക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസ്, ടാക്സ് അതോറിറ്റീസ്,
ഗവൺമെൻറ് അതോറിറ്റീസിനും ടാക്സ് അതോറിറ്റീസിനും കാര്യമായിട്ട് അവരെ ടാക്സ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കിടക്കും. ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള മെത്തേഡിൽ തന്നെയാണോ, ടാക്സ് കാൽക്കുലേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റീസിനും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. നമ്മൾ ലെഡ്ജർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ജേണലിൽ ലെഡ്ജർ. ഈ ലെഡ്ജറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് ഒരു സിംഗിൾ അക്കൗണ്ട്. നമ്മൾ ഓരോ സിംഗിൾ അക്കൗണ്ടിനെയാണ് നമ്മൾ ലെഡ്ജറായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായിട്ട് ഒരു ലെഡ്ജർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാഷായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും സമ്മറൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്യാഷ് ലെഡ്ജർ. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിങ്, ഏത് ലെഡ്ജർ ആയിക്കോട്ടെ ആ ലെഡ്ജറായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജേണൽ വൗച്ചർ ട്രാൻസാക്ഷൻസും സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെയാണ് ലെഡ്ജർ എന്ന് പറയാം. ഓക്കെ, നമുക്ക് ലെഡ്ജർ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അക്കൗണ്ട് എന്താണെന്നുള്ളത് നോക്കാം. അക്കൗണ്ട് ഈസ് എ സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ, അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം ആൻഡ് ഗെയിന്. ഇതിലേത് കാറ്റഗറി ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ അസറ്റ് ആയിക്കോട്ടെ, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ഗെയിന്, ഇങ്ങനെ ഏത് കാറ്റഗറിയിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ സമ്മറൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സിംഗിൾ അക്കൗണ്ടിനെയാണ് നമ്മൾ ലെഡ്ജർ അല്ലെങ്കിൽ അക്കൗണ്ട് എന്ന് പറയാം. ഈച്ച് അക്കൗണ്ട് ഷോ ദ ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് ഐറ്റം. അതായത് ഒരു സ്പെസിഫിക് ഐറ്റം നമ്മൾ ക്യാഷ് ലെഡ്ജർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസുമാണ് അതിലുണ്ടാവുക. ക്യാഷായിട്ട് ബന്ധപ്പെടാത്ത ട്രാൻസാക്ഷൻസ് ക്യാഷ് ലെഡ്ജറിൽ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ ഉണ്ടാവില്ല. ഇനി അതുപോലെ തന്നെ അസറ്റായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ആണ് അതിലുണ്ടാവുക, അല്ലാതെ സെയിൽസ് മറ്റ് ട്രാൻസാക്ഷൻസ് അതിലുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ഓരോ സിംഗിൾ ലെഡ്ജർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ലെഡ്ജറായിട്ട് ബന്ധപ്പെട്ട ജേണൽ വൗച്ചേഴ്സ് അല്ലെങ്കിൽ ആ ലെഡ്ജറായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആണ് ആ ഒരു അക്കൗണ്ടിൽ ഉണ്ടാവുക. ഇനി സ്ട്രക്ചർ, ഒരു ലെഡ്ജറിൻ്റെ സ്ട്രക്ചർ എന്താണോ ഇതായിരിക്കും സ്ട്രക്ചർ. ഒരു ഭാഗം ഡെബിറ്റ് ആയിരിക്കും, ഒരു ഭാഗം ക്രെഡിറ്റ് ആയിരിക്കും. ടി അക്കൗണ്ട് എന്നാണ് ഇതിന് പറയാം. ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് ടി എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ എഴുതുന്നതുകൊണ്ടാണ് ടി മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം ഡെബിറ്റും ഈ ഒരു ഭാഗം ക്രെഡിറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ അക്കൗണ്ട് നെയിം ഉണ്ടാവും. ഇപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ ഇപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് അക്കൗണ്ട് നെയിമാണ്. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് ആയിരിക്കും, റൈറ്റ് സൈഡിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഇതിൻ്റെ ഫോമാറ്റ് ഉണ്ടാവുക, ഒരു ടി അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, നമുക്ക് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോക്കാം. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ഡെബിറ്റ് റിസീവിങ് ആസ്പെക്റ്റ് ആണ്. നമ്മൾ എന്താണോ റിസീവ് ചെയ്തത് അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. നമ്മൾ എന്താണോ കൊടുത്തത് ഗിവിങ് അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു ജനറൽ കൺസെപ്റ്റാണ്. ഇനി ചില സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നേരെ ഓപ്പോസിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും മനസ്സിലാക്കേണ്ടത് മറ്റൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഒരു കൺസെപ്റ്റ് ഞാൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ എന്താണോ റിസീവ് ചെയ്യുന്നത് അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും, എന്താണോ ഗിവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ കൊടുക്കുന്നത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ അക്കൗണ്ട്സ് എന്താണെന്നുള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ ലെഡ്ജർ എന്താണെന്നുള്ളത് പറഞ്ഞു. ഈ അക്കൗണ്ട്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്സ്, റിയൽ അക്കൗണ്ട്സ്, നോമിനൽ അക്കൗണ്ട്സ്. ആ പേര് തന്നെ ഉണ്ട് അതെന്താണെന്നുള്ളത്. പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു എ പേഴ്സൺ, ഓർഗനൈസേഷൻ, അതൊക്കെയാണ് പേഴ്സണൽ അക്കൗണ്ട്സ്. ഇപ്പോൾ നമ്മളെ എംപ്ലോയീസിന് വേണ്ടി ഓരോ പേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ടാക്കി അവരെ സാലറി അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അവരെ പേര് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ കൃഷ്ണ അക്കൗണ്ട്, അജയ് അക്കൗണ്ട്, രാമാൻ കമ്പനി അക്കൗണ്ട്, SBI അക്കൗണ്ട്, ലോൺ ഫ്രം രമേശ് അക്കൗണ്ട്, ഇതൊക്കെ എന്താണ് പേഴ്സണൽ അക്കൗണ്ടുകളാണ്. അത് ദ അക്കൗണ്ട് റെക്കോർഡ് ഡീലിംഗ് വിത്ത് ഇൻഡിവിജ്വൽ ഫേംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കമ്പനീസ്. ഇവരെ പേര് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സുകളാണ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയാം. പേഴ്സണൽ അക്കൗണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹ്യൂമൻ ബീയിങ്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരാളുടെ പേരാണ് ഉണ്ടാവുക. നമ്മളെ എംപ്ലോയീസിൻ്റെ പേരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സപ്ലയർ, അല്ലെങ്കിൽ നമ്മളെ ക്രെഡിറ്ററൊക്കെ പേര് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഹ്യൂമൻ ബീയിങ്. ഇപ്പോൾ കൃഷ്ണ അക്കൗണ്ട്, ഗോപാൽ അക്കൗണ്ട്, അജയ് അക്കൗണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരാൾ പേഴ്സണിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു കമ്പനീൻ്റെ പേര് നമുക്കറിയാം.
ഒരു കമ്പനി എന്നുള്ളത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നുള്ളത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടാണ്. ഇപ്പോൾ SBI, നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, ABC കമ്പനി അക്കൗണ്ട്, ഇങ്ങനെ ഓരോ കമ്പനികളായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതും പേഴ്സണൽ അക്കൗണ്ടാണ്. പക്ഷേ ഈ പേഴ്സണൽ അക്കൗണ്ടിനെ ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്നാണ് പറയുക. കാരണം അത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, റിയൽ പേഴ്സൺ അല്ല. ഇനി എക്സാക്റ്റ് നമ്മൾ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമുക്ക് ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിൽ അവരെ കറക്റ്റ് പേര് വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൃഷ്ണ, ഗോപാൽ, അജയ്, ഇങ്ങനെ നമ്മൾ ഓരോ വ്യക്തിയുടെ പേരിൽ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ആക്ച്വൽ ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് ഈ പേഴ്സണൽ അക്കൗണ്ട് റെപ്രസെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്, നമുക്ക് സാലറി കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എംപ്ലോയീസിൻ്റെ പേരിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്ത് അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ ആ ലെൻഡറിൻ്റെ പേരിലാണ് അത് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട്, നമ്മൾ ഇൻഷുറൻസ് കമ്പനീൻ്റെ പേരിലാണ് അത് ക്രിയേറ്റ് ചെയ്യുക. റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾ റെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ടെനൻസിൻ്റെ ആരാണോ നമുക്ക് റെൻറ്റിന് തരുന്ന അവരുടെ പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ കമ്മീഷൻസ് ഔട്ട്സ്റ്റാൻഡിങ്, നമ്മൾ കസ്റ്റമേഴ്സിന് കമ്മീഷൻസ് കൊടുക്കാനുണ്ട്, ഒരു കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടാനുണ്ട്, എന്ത് പ്രോസസ്സ് ആയിക്കോട്ടെ, നമ്മളൊരു ഇൻഡിവിജ്വൽ, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ ഇനി ക്യാപിറ്റൽ ഡ്രോയിങ്, നമുക്കറിയാം ഓണേഴ്സ് നോർമലി ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഓണറിനെയും കമ്പനി ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഓണർ എന്നുള്ളത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ടേമിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വേറെ, ഓണർ വേറെ, രണ്ട് രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഓണർ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ് ചെയ്യുന്ന എൻട്രി ഏതാണ്? ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. ഓക്കെ, ഈ ഒരു കേസിലും നോർമലി നമ്മൾ ബിസിനസ് വേറെ, ഓണർ വേറെ. ഓണർ ബിസിനസ്സിലേക്ക് കടമായിട്ട് ഇത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണേഴ്സ് ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുമ്പോഴും അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴും നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്, ഓണർ പേഴ്സണൽ അക്കൗണ്ട് ത്രൂ ആണ് ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് വേറെ അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റിയും ഓണറേയും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി പേഴ്സണൽ അക്കൗണ്ട് കഴിഞ്ഞാൽ അടുത്തൊരു കാറ്റഗറിയാണ് റിയൽ അക്കൗണ്ട്സ്. റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പനി ഓൺ ചെയ്യുന്ന അസറ്റുകളെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിനെയും സംബന്ധിച്ചിടത്തുള്ള അക്കൗണ്ടുകളാണ് റിയൽ അക്കൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട്, ഫർണിച്ചർ, ബിൽഡിങ്, മെഷീനറി, വെഹിക്കിള്, പാറ്റൻറ്റ്, ഗുഡ് വിൽ, ഇതൊക്കെ എന്താണ്? കമ്പനീൻ്റെ അസറ്റുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രോപ്പർട്ടീസാണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണ്, അല്ലെങ്കിൽ ഈ കാറ്റഗറി ഓഫ് അക്കൗണ്ടുകളാണ് നമ്മൾ റിയൽ അക്കൗണ്ട്സ് എന്ന് പറയാം. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന് റെപ്രസെൻറ്റ്സ് അസറ്റ്, അസറ്റിൻ്റെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂ ഫ്രം ഇയർ ടു ഇയർ, അതായത് ഒരു വർഷത്തെ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ അടുത്ത പീരീഡിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഐറ്റം എല്ലാം ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ അസറ്റ് വരുന്ന ഐറ്റംസിനെയാണ് നോർമലി റിയൽ അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറിയാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൽ കാര്യമായിട്ട് നമ്മൾ വരുന്നത് എക്സ്പെൻസ്, ലോസ്, ഇൻകം, ഇതിനൊക്കെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് വരിക. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എലമെൻസിന് ഐറ്റംസിനെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് നോർമലി. ഇപ്പോൾ സാലറി അക്കൗണ്ട്, റെൻറ്റ്, വേജ്, അത് നമ്മൾ എക്സ്പെൻസസ് ആണ്. അല്ലെങ്കിൽ ഇൻകം, ഇലക്ട്രിസിറ്റി ചാർജ്, ഇത് നമ്മൾ എക്സ്പെൻസ് ആണ്. പ്രിൻറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ എക്സ്പെൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇൻകം അക്കൗണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇതൊക്കെ എന്താണ്? ഇൻകാണ്. ഇതൊക്കെ നമ്മൾ നോമിനൽ അക്കൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ നോമിനൽ അക്കൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് യൂസ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, ഒന്നെങ്കിൽ പ്രോഫിറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതോ, പിന്നെ അതുപോലെ തന്നെ ക്ലോസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്. നോമിനൽ അക്കൗണ്ട് ബാലൻസ് നോർമലി അടുത്ത പീരീഡിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യില്ല, അത് ഓരോ പീരീഡിലും നമ്മളത് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ടിനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം 3 കാറ്റഗറി അക്കൗണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കമ്പനിൻ്റെ
സംബന്ധിച്ചുള്ള അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ അസറ്റുകൾ വരുന്ന എല്ലാ അക്കൗണ്ടുകളും റിയൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ എക്സ്പെൻസ്, ലോസ്, ഇൻകം, അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്ന ഐറ്റംസിനെയാണ് നമ്മൾ നോർമലി നോമിനൽ അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നോർമലായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് അക്കൗണ്ടുകളും അത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്രയും ക്യാഷ്, ഫർണിച്ചർ, ബിൽഡിംഗ്, പാറ്റന്റ് ഇതൊക്കെ അസറ്റുകളാണ്. അസറ്റുകൾ നമ്മൾ എവിടെയാണ് ക്ലാസിഫൈ ചെയ്യുക? റിയൽ അക്കൗണ്ടിലാണ് നമ്മൾ അസറ്റുകളെ ക്ലാസിഫൈ ചെയ്യുക. ഇനി ബാങ്ക് അക്കൗണ്ട്, അജയ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് ഇതൊക്കെ പേഴ്സണൽ അക്കൗണ്ടുകളാണ്. ഇതൊക്കെ ഓരോ വ്യക്തികളായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് പേഴ്സണൽ അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി റെൻറ്റ്, സാലറി, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇതൊക്കെ എന്താണ്? നമ്മളെ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് റിലേറ്റഡ് ആണ്. ഇതൊക്കെ നോമിനൽ അക്കൗണ്ടിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. റെൻറ്റ്, സാലറി, ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇങ്ങനെ എക്സ്പെൻസ്, ഇൻകം റിലേറ്റഡ് എല്ലാം നമ്മൾ നോമിനൽ അക്കൗണ്ടിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ നമുക്കറിയാൻ പറ്റും, ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും അവിടെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് മിനിമം ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും അവിടെ ഉണ്ടായിരിക്കും. ടോട്ടൽ ഡെബിറ്റ് എപ്പോഴും ടോട്ടൽ ക്രെഡിറ്റിനായിട്ട് ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഈ ഡബിൾ എൻട്രിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ട്രാൻസാക്ഷൻസും ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്. അതായത് ഏത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും നമ്മളൊരു ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ബെനിഫിറ്റ് പേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് റിസീവിങ് ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനും ഈക്വൽ ആയിട്ടുള്ള ഡെബിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും. ഏത് ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ഡെബിറ്റ് ഉണ്ടാവും, അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റും അതിലുണ്ടാവും. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കുറച്ച് ട്രാൻസാക്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ക്യാഷ്, ഒരു 50,000 രൂപ കൊടുത്ത് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാൻ പറ്റും ഇവിടെ 2 അക്കൗണ്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ മെഷീനറി അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും. ഇവിടെ എന്താണ് റിസീവിങ്, എന്താണ് ഗിവിങ്? നമ്മൾ റിസീവ് ചെയ്യുന്നത് എന്താണ്? മെഷീനറിയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ക്യാഷാണ് കൊടുക്കുന്നത്. ഇതാണ് റിസീവിങ് ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ്. അതായത് എല്ലാ ട്രാൻസാക്ഷൻസ് എടുത്തു കഴിഞ്ഞാലും ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും അതിലുണ്ടാവും മിനിമം. അപ്പോൾ ഇതിനെ നമ്മൾ റിസീവ് ചെയ്യുന്നതിനെ നമ്മൾ നോർമലി ഡെബിറ്റ് ചെയ്യും, പേ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഗിവിങ്ങിനെ നമ്മൾ നോർമലി ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാണ്, ഡെബിറ്റ് ക്രെഡിറ്റ് നിങ്ങൾ തീരുമാനിക്കേണ്ട കൺസെപ്റ്റ് ഇതല്ല. ഞാൻ അടുത്ത ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗത്ത് അത് പറയുന്നുണ്ട്. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ ഏത് ട്രാൻസാക്ഷൻസ് എടുത്ത് കഴിഞ്ഞാലും ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ക്യാഷ്, നമുക്ക് എന്താണ് കിട്ടിയത്? മെഷീനറി നമുക്ക് കിട്ടി, ക്യാഷ് നമ്മൾ കൊടുത്തു. അടുത്ത ട്രാൻസാക്ഷൻ നമ്മൾ ഒരു 10,000 രൂപ വേജ് കൊടുത്തു അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സാലറി കൊടുത്തു. നമുക്ക് എന്താണ് കിട്ടിയത്? എന്താണ് അവിടെ ഒരു ട്രാൻസാക്ഷനിൽ എന്താണ് റിസീവ് ചെയ്തത്? എന്താണ് ഗിവിങ്? നമുക്ക് എന്താണ് റിസീവ് ചെയ്തത്? ആ എംപ്ലോയീസ് നമ്മുടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അതാണ് നമ്മൾ റിസീവ് ചെയ്തത്. എന്താണ് നമ്മൾ പേ ചെയ്തത് അല്ലെങ്കിൽ ഗിവ് ചെയ്തത്? ക്യാഷാണ് നമ്മൾ കൊടുത്തത്. ഇങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻസിലും റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടാവും. അതുപോലെ അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻ്റെ ഡുവൽ ട്രാൻസാക്ഷൻസ് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഒന്ന് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് ഓണർ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ബിസിനസ് എന്താണ് റിസീവ് ചെയ്തത്? ക്യാഷാണ്. എന്താണ് കൊടുക്കുന്നത്? ആ ഒരു ഓണർ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അതായത് ആ ഒരു ഓണർഷിപ്പാണ് അയാൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, നമ്മൾ ക്യാഷിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു. നമ്മൾ എന്താണ് റിസീവ് ചെയ്തത്? ഗുഡ്സ്, ആ മെറ്റീരിയൽ നമ്മൾ റിസീവ് ചെയ്തു. നമ്മൾ എന്താണ് കൊടുത്തത്? ക്യാഷ്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, ഇതിപ്പോൾ ക്യാഷിനാണ് നമ്മൾ രണ്ടാമത്തെ പറഞ്ഞത്. ഇത് മൂന്നാമത്തെ, നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. നമ്മൾ എന്താണ് റിസീവ് ചെയ്തത്? ആ ഗുഡ്സാണ് നമ്മൾ റിസീവ് ചെയ്തത്. നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്തത്? ആ ഗുഡ്സ് നമ്മൾ റിസീവ് ചെയ്തു. ഈ കേസിൽ നമ്മൾ എന്താണ് കൊടുത്തത്? ആ ഒരു സപ്ലയർ എന്നുള്ള ആ ഒരു അസറ്റാണ് അയാൾക്ക്, ആ ഒരു ലാബിലിറ്റിയാണ് അയാൾക്ക് കൊടുത്തത്.
അതായത് ആ ഒരു സപ്ലയർ എന്നുള്ള ലാബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ലാബിലിറ്റി ആണ് അയാൾക്ക് നമ്മൾ കൊടുത്തത്. അതിന് അഗൈൻസ്റ്റ് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇനി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് സോൾഡ്, നമ്മൾ ക്യാഷിന് ഗുഡ്സ് സെല് ചെയ്തു. നമ്മൾ എന്താണ് റിസീവ് ചെയ്തത്? ക്യാഷാണ് നമ്മൾ റിസീവ് ചെയ്തത്. എന്താണ് നമ്മൾ അവർക്ക് കൊടുത്തത്? ഗുഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തത്. ഗുഡ്സ് റെൻ്റ് ഓൺ ഗുഡ്സ് സോൾഡ് ഫോർ ക്രെഡിറ്റ്. ഇനി നമ്മൾ ക്രെഡിറ്റിന് മെറ്റീരിയൽ സെല് ചെയ്തു. നമ്മൾ എന്താണ് റിസീവ് ചെയ്യുന്നത്? നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തോ? ഇല്ല. കാരണം എന്താണ്? ഗുഡ്സ് ക്രെഡിറ്റിനാണ് സെല് ചെയ്തത്. നമ്മളൊരു കസ്റ്റമർ എന്നുള്ള ഒരു റിസീവബിൾ, ആ ഒരു അസറ്റാണ് നമ്മൾ റിസീവ് ചെയ്തത്. നമ്മൾ എന്താണ് കൊടുത്തത്? ഗുഡ്സ് ആണ് നമ്മൾ കൊടുത്തത്. ഇനി അടുത്തായിട്ട് റെൻറ്റ് പെയ്ഡ്. നമ്മുടെ ഷോപ്പിൻ്റെ റെൻറ്റ് കൊടുക്കുകയാണ്. എന്താണ് റിസീവ് ചെയ്തത്? ആ ഒരു ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു റെൻറ്റ് ബെനിഫിറ്റാണ് നമ്മൾ റിസീവ് ചെയ്തത്. എന്താണ് നമ്മൾ കൊടുത്തത് ക്യാഷാണ് നമ്മൾ കൊടുത്തത്. ക്യാഷ് ആയിട്ട് നമ്മൾ റെൻറ്റ് കൊടുത്തു. ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ്. നമ്മൾ എന്താണ് റിസീവ് ചെയ്തത്? ഇപ്പോൾ നമ്മളൊരു ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു, നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തു. നമ്മൾ എന്താണ് കൊടുത്തത്? ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഇൻകമാണ് നമ്മൾ ഗിവിങ് അല്ലെങ്കിൽ കൊടുത്തത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് അക്കൗണ്ടിങ് റൂൾ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെബിറ്റും എങ്ങനെയാണ് ക്രെഡിറ്റും ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ അക്കൗണ്ടിനെ 3 രീതിയിൽ നമ്മൾ പിന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഗിവ് ചെയ്ത് കഴിഞ്ഞാൽ ഗിവറെ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു റൂള്. ഇനി റിയൽ അക്കൗണ്ട് എന്താണോ വരുന്നത്, വാട്ട് കം ഇൻ ഡെബിറ്റ് ചെയ്യണം, വാട്ട് കം ഔട്ട്, റിയൽ അക്കൗണ്ടിൽ എന്താണോ കൊടുക്കുന്നത് അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നോമിനൽ അക്കൗണ്ടിലെയും നോമിനൽ അക്കൗണ്ട് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന എക്സ്പെൻസ്, ഇൻകം, ഇതിനൊക്കെയാണ്. എക്സ്പെൻസ് ആൻഡ് ലോസിനെ കൂടിക്കഴിഞ്ഞാൽ അത് ഡെബിറ്റ് ചെയ്യണം. ഇൻകം ഗെയിന് കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ഡെബിറ്റ് ക്രെഡിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂള്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു എലാബറേറ്റ് ചെയ്ത എക്സാമ്പിൾ നോക്കാം. പേഴ്സണൽ അക്കൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. പെയ്ഡ് 5,000 ടു രമേശ്. നമ്മൾ രമേശിന് 5,000 rupees പേ ചെയ്തു. നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ കൊടുത്തത്? ക്യാഷാണ്. അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ രമേശ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. കാരണം എന്താണ്? ഡെബിറ്റ് ദ റിസീവർ. പേഴ്സണൽ അക്കൗണ്ടിൽ ആരാണോ റിസീവ് ചെയ്തത് അവരെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ നോക്കാം. റിയൽ അക്കൗണ്ട് പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്തു. നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഫർണിച്ചർ അക്കൗണ്ടിന്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ടിന്. ഇതെന്താണ്? നമ്മൾ റിയൽ അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ വരുന്നത്, വാട്ട് കമ്മിൻസ്, നമുക്ക് ഫർണിച്ചറാണ് ഈ ഒരു കേസിൽ വന്നത്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. നമുക്ക് പോകുന്നത് എന്താണ്? ക്യാഷാണ് നമുക്ക് പോകുന്നത്, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നോമിനൽ അക്കൗണ്ടിൻ്റെ എക്സാമ്പിൾ നോക്കാം. നോമിനൽ അക്കൗണ്ടിൻ്റെ എക്സാമ്പിൾ പെയ്ഡ് റെൻറ്റ്. നമ്മൾ 2,000 രൂപ റെൻറ്റ് പേ ചെയ്തു. നമ്മളെങ്ങനെ റെൻറ്റ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് എന്നുള്ളത് റെൻറ്റ് അക്കൗണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെൻറ്റ് എന്നുള്ള എക്സ്പെൻസാണ്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസ് ആൻഡ് ലോസ്, റെൻറ്റ് ഒരു എക്സ്പെൻസാണ്, എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഇനി ക്യാഷ് എന്നുള്ളത് ഒരു റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഗോസ് ഔട്ടാണ്, അതുകൊണ്ട് തന്നെ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ അഡീഷണൽ എക്സാമ്പിൾസ് കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുന്നതിന് മുന്നായിട്ട് ഈസി ആയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാവുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏത് ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാലും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിക്ക് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ ഈ ഒരു ടേബിളിലേക്ക് നോക്കുക. ഗോൾഡൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ. നമ്മൾ അക്കൗണ്ട് ടൈപ്പിൽ ഏത് അക്കൗണ്ട് അല്ലെങ്കിൽ ഏത് ലെഡ്ജർ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു കാറ്റഗറിയിലായിരിക്കും അതെല്ലാം വരിക. ഒന്നെങ്കിൽ ഇതൊരു അസറ്റായിരിക്കും. അസറ്റ് പറഞ്ഞാൽ എന്താണ്? ആസ്തി.
അല്ലെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിരിക്കും. എക്സ്പെൻസ് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ചിലവായിരിക്കും. അല്ലെങ്കിൽ അതൊരു ലയബിലിറ്റി ആയിരിക്കും. ലയബിലിറ്റി പറഞ്ഞാൽ നമ്മളൊരു ബാധ്യത ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഇതൊരു ക്യാപിറ്റൽ ആയിരിക്കും. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ റിലേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇൻകം ആയിരിക്കും. ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വരുമാനമായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അസറ്റ് എക്സ്പെൻസ് ഈ രണ്ട് കാറ്റഗറിയും കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ബാക്കിയെല്ലാം ഇതിന് ഓപ്പോസിറ്റാണ്. അസറ്റ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും, കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ ലാബിലിറ്റി ബാക്കി എല്ലാ കാറ്റഗറിയും കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും, കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അസറ്റ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഇത് മാത്രം മൈൻഡിൽ ഫിക്സ് ചെയ്യുക. ബാക്കിയെല്ലാം ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അസറ്റ് എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും, അത് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എടുക്കാം. ബാക്കി എല്ലാ ഐറ്റവും കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും, കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഡെബിറ്റ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. അസറ്റ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഇത് മാത്രം മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഇത് ഫിക്സ് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ജേണൽ എൻട്രീസ് ചെയ്യുമ്പോൾ ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ അസറ്റ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ അഡീഷണൽ എക്സാം ഇത് ട്രീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ കമ്മീഷൻ റിസീവ് ചെയ്ത് പറഞ്ഞാൽ എന്താണ്, രണ്ട് അക്കൗണ്ടാണ് അവിടെ ഉള്ളത്. ഒന്ന് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തു, അതുപോലെ തന്നെ കമ്മീഷൻ എന്താണ്, ഒരു ഇൻകാണ്. നമ്മൾ അസറ്റ് എക്സ്പെൻസ് ആയിട്ട് വെച്ചാൽ നോക്കാം. അസറ്റ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് പറഞ്ഞാൽ എന്താണ്, ഒരു ആസ്തിയാണ്. അപ്പോൾ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി കമ്മീഷൻ ഇൻകാണ്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്മീഷനെ ക്രെഡിറ്റ് ചെയ്യണം. വളരെ സിമ്പിളാണ്. ഇനി റിസീവ്ഡ് ക്യാഷ് ഫ്രം ഡെപ്റ്റർ. ഒരാൾക്ക് കടായിട്ട് ഗുഡ്സ് വിറ്റിരുന്നു. അവരെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയാം. അവരെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തു. നമുക്ക് രണ്ട് അക്കൗണ്ടാണുള്ളത്, ഒന്ന് ക്യാഷ് അതുപോലെ തന്നെ ഡെപ്റ്റർ. സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ ക്യാഷ് കൂടിക്കഴിഞ്ഞു. ക്യാഷ് എന്നുള്ള അസറ്റാണ്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എത്രയാണ് എമൗണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുക. ഡെപ്റ്റർ പറഞ്ഞാൽ എന്താണ്, നമുക്ക് ക്യാഷ് തരാനുള്ള ആൾ നമ്മളൊരു അസറ്റാണ്. ഡെപ്റ്റർ ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഡെപ്റ്ററും അസറ്റാണ്, കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. എത്രയാണ് എമൗണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഈ ഒരു അസറ്റും എക്സ്പെൻസും കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ്, ബാക്കിയെല്ലാം ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജേണൽ വൗച്ചർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ ഈസി ആയിട്ട് മനസ്സിലാക്കാനും ജേണൽ വൗച്ചർ ഒരു തെറ്റും കൂടാതെ ചെയ്യാനും ഈ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങൾ മൈൻഡിൽ സെറ്റാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ജേണൽ വൗച്ചേഴ്സിൻ്റെ കുറച്ചും കൂടെ എക്സാമ്പിൾ നോക്കാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ചും കൂടെ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഏതൊക്കെ കുറച്ച് ട്രാൻസാക്ഷൻസ് നോക്കിയിട്ട് ഏതൊക്കെയാണ് ഡെബിറ്റ് ഏതൊക്കെയാണ് ക്രെഡിറ്റ് എന്നുള്ളത് കുറച്ചും കൂടെ ട്രാൻസാക്ഷൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുക എന്നുള്ളത് എക്സാമിനായിക്കോട്ടെ, നിങ്ങൾ അക്കൗണ്ടിങ്ങിലായിക്കോട്ടെ, വർക്ക് ചെയ്യുകയാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒരു ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഒരു ട്രാൻസാക്ഷനാണത്. ഇതിന് നമ്മൾ എവിടെ ഡെബിറ്റ് ചെയ്യും, എവിടെ ക്രെഡിറ്റ് ചെയ്യും. ഒന്നാമത്തെ, രണ്ട് അക്കൗണ്ടിനെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും മിനിമം രണ്ട് അക്കൗണ്ടിനെ അത് എഫക്റ്റ് ചെയ്യും. ആ രണ്ട് അക്കൗണ്ട് ഏതൊക്കെ എന്നുള്ളത് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ, ഇത് ക്യാഷ് ബിസിനസ്സിലേക്ക് വരും. ഒന്ന് ക്യാഷാണ്, ഒരു അക്കൗണ്ട് ക്യാഷ്. പിന്നെ രണ്ടാമത്തെ അക്കൗണ്ട് ഓണേഴ്സ് ക്യാപിറ്റലാണ്, അത് ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ നോക്കാം. ഒന്നാമത്തത് ക്യാഷ് എന്താണ്, അസറ്റാണ്. അസറ്റും എക്സ്പെൻസും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ഡെബിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്യാഷ് നമ്മൾ 10,000 ഡെബിറ്റ് ചെയ്തു. ഇനി ക്യാപിറ്റൽ, അസറ്റ് എക്സ്പെൻസ് അല്ലാത്തതെല്ലാം കൂടിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്, ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇവിടെ ക്യാപിറ്റലും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10,000 ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് ഒരു ഓണർ നോർമലി ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്താലുള്ള എൻട്രി. ഇനി അടുത്തത്, ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. മെഷീനറി ആക്കിയിട്ട് എടുക്കാം. ക്യാഷ് കൊടുത്തിട്ട് ഒരു മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തു 5,000 രൂപ കൊടുത്തിട്ട്.
അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരിക? ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മെഷീനറി ഒരു അക്കൗണ്ട്, അതാണ് മെഷീനറി. അടുത്ത എന്താണ്? നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട്, ക്യാഷാണ് മറ്റ് എഫക്റ്റ് ചെയ്യുന്നൊരു അക്കൗണ്ട്. മെഷീനറി എന്താണ്? നമുക്കൊരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം അസറ്റാണ്, ക്യാഷും അസറ്റാണ്. അപ്പോൾ സിമ്പിൾ റൂളാണ്, കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. ഈ ഒരു കേസിൽ മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്താൽ മെഷീനറി നമ്മളെ ബിസിനസ്സിൽ കൂടും. അപ്പോൾ ഈ 5000 നമ്മൾ മെഷീനറിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു മെഷീനറി, അല്ലെങ്കിൽ ഏത് അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഇതാണ് സിറ്റുവേഷൻ. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കൊടുത്തു. ഏതൊക്കെയാണ് അതിൽ എഫക്റ്റ് ആയിട്ടുള്ള 2 അക്കൗണ്ടുകൾ? ഒന്ന് റെൻ്റാണ്, റെൻറ്റ്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ക്യാഷും എഫക്റ്റ് ആയിട്ട് വരും. റെൻറ്റ്, ക്യാഷ്. റെൻറ്റ് എന്താണ്? റെൻറ്റ് ബിസിനസ് എന്ന് വെച്ചുകൊടുക്കുമ്പോൾ വാടക എന്നുള്ളത് എക്സ്പെൻസ് ആണ്, ക്യാഷ് എന്നുള്ളത് അസറ്റാണ്. സെയിം റൂളാണ്, അസറ്റ് എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും, കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റെൻറ്റ് എന്നുള്ള എക്സ്പെൻസ് ബിസിനസ്സിൽ കൂടും. നമ്മളൊരു 1000 രൂപ വിചാരിക്കുക, റെൻറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷിന് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ എംപ്ലോയിക്ക് സാലറി കൊടുത്തു. ഒരു എംപ്ലോയിക്ക് ഒരു 500 രൂപ സാലറി കൊടുത്തു. ഏതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള അക്കൗണ്ട്, എഫക്റ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്, അപ്പോൾ ക്യാഷിനെ ഒന്ന് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സാലറി എന്നുള്ളൊരു എക്സ്പെൻസ് നമ്മുടെ ബിസിനസ്സിൽ വരും. സാലറി, ക്യാഷ്. സാലറി എന്നുള്ളത് എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ 500 രൂപയുടെ ഡെബിറ്റ് ചെയ്തു. നമ്മൾ സാലറി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ക്യാഷ് കുറയും. ക്യാഷ് എന്നുള്ള അസറ്റാണ്, കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. 500നെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ബിസിനസ്സിലൊരു സെയിൽ നടന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മളൊരു പർച്ചേസ് ചെയ്തു. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തു. ഒന്ന് പർച്ചേസാണ്, പർച്ചേസ് എന്നുള്ളൊരു എക്സ്പെൻസ് ബിസിനസ്സിൽ വന്നു. ക്യാഷ്, നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്നുള്ള എന്താണ്? അസറ്റാണ്. എക്സ്പെൻസും അസറ്റും ഒരേ ട്രീറ്റ്മെൻ്റ് ആണ്. കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു, ഫോർ എക്സാമ്പിൾ 1000 രൂപക്ക് പർച്ചേസ് ചെയ്തു. ഒരു എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്തു. ക്യാഷിന് എന്ത് ചെയ്തു? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കൊടുക്കണം, ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മളൊരു 1000 രൂപക്ക് വാങ്ങിയ സാധനം നമ്മൾ വിറ്റു, 2000 രൂപക്ക് വിറ്റു. വന്നിട്ടുള്ള അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് സെയിൽസ് ആണ്, പിന്നെ ഒന്നാണ് ക്യാഷാണ്. നമ്മൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ക്യാഷ് കിട്ടും. ക്യാഷ് ഏത് നാച്ചറാണ്? അസറ്റാണ്, എക്സ്പെൻസ്. അസറ്റ് എക്സ്പെൻസ് കാറ്റഗറിയിൽ വരുന്നതാണ്, അസറ്റാണ്. ക്യാഷ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. സെയിൽ എന്നുള്ള എന്താണ്? നമ്മൾ വിൽക്കുമ്പോൾ സെയിൽ എന്നുള്ളൊരു ഇങ്കാണ്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് ക്യാഷ് അക്കൗണ്ട് അപ്പിയർ ടു സെയിൽസ്. ക്യാഷിന് നമ്മൾ 2000 രൂപ ഡെബിറ്റ് ചെയ്തു, സെയിൽസിന് 2000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഇത്രയും ഇപ്പം നമ്മൾ ചെയ്തത് ഒറ്റ കൺസെപ്റ്റിൻ്റെ ബേസിലാണ്. ഇത്രയും നമ്മൾ പഠിക്കേണ്ടുള്ളൂ. അസറ്റ് ആൻഡ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. ബാക്കി എല്ലാ കോമ്പോണൻറ്റും കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക, കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അസറ്റ് ആൻഡ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാ ട്രാൻസാക്ഷൻസിനും ചെയ്തു കഴിഞ്ഞാലും, ഏത് ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഡെബിറ്റ് ഏതാണ്, ക്രെഡിറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ജേണൽ എൻട്രി ഒരു തെറ്റും കൂടാതെ നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് എഴുതിയിട്ട് അതിൻ്റെ ജേണൽ എൻട്രീസ് സ്വന്തമായിട്ട് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഡെബിറ്റ് ഏതാണ്, ക്രെഡിറ്റ് ഏതാണെന്നുള്ളത് ഈ ഒരു റൂൾ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇനി കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇത് സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഇതിപ്പോൾ 1-2 കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് അതൊന്നും കൂടെ ഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ മൈൻഡിലേക്ക് കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇനി സ്വന്തമായിട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് മാത്രം എഴുതിയിട്ട് ഈ ഒരു റൂള് മൈൻഡിൽ വെച്ചിട്ട് അസറ്റ് എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും എന്നുള്ള റൂള് മൈൻഡിൽ വെച്ചിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ജേണൽ എൻട്രി ഒന്ന് പാസ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ ജേണൽ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജേണൽ എൻട്രി ഒന്ന് കമൻ്റ് ആയിട്ട് ഓരോ ട്രാൻസാക്ഷനും അതിൻ്റെ ജേണൽ എൻട്രി ഒന്ന് കമൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മറ്റാർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർക്ക് ജേണൽ എൻട്രി നോക്കാനും അത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടാനും ഇത് ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, ഇത് ഇനി അടുത്തായിട്ട് ഈ അപ്ലൈയിങ് റൂള് നമ്മൾ പറഞ്ഞ സെയിം കൺസെപ്റ്റിൻ്റെ എന്നോട് പറയുന്നത് കുറച്ച് ട്രാൻസാക്ഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ ട്രാൻസാക്ഷൻസിനും ഏതിനാണ് ഡെബിറ്റ് ഏതിനാണ് ക്രെഡിറ്റ് എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ്, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അസറ്റിനെ ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റലിനെ കൂടിയതുകൊണ്ട് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തു. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, നമ്മൾ ജസ്റ്റ് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ, പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി പർച്ചേസ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്താലും പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, സപ്ലയർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. സോൾഡ് ഗുഡ് ഫോർ ക്യാഷ്, നമ്മൾ ക്യാഷിന് മെറ്റീരിയൽ സെല് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബിസിനസ്സിലേക്ക് കൂടും, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യുക, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി സോൾസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് നമ്മൾ മെറ്റീരിയൽ സെല് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി പർച്ചേസിന് മെഷീനറി നമ്മൾ ക്യാഷ് എടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനറി ഒരു അസറ്റാണ്, അത് ബിസിനസ്സിൽ കൂടും, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് ബിസിനസ്സിൽ കുറയും, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. പെയ്ഡ് സാലറി എന്നുള്ളതാണ് ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്യാഷും ഒരു അസറ്റാണ്, അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. പെയ്ഡ് റെൻറ്റ് പേ ചെയ്തു, നമ്മളെ റെൻറ്റ് എന്നുള്ളൊരു എക്സ്പെൻസ് ആണ്, അത് കൂടിയതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് കുറയും, നമ്മൾ റെൻറ്റ് പേ ചെയ്യുമ്പോൾ അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാഷ് കൂടും, ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ഒരു അസറ്റാണ്, അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് എന്നുള്ള ഇവിടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യും. കമ്മീഷൻ റിസീവ് ചെയ്തു, നമ്മൾ ക്യാഷ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷനാണ്, അതിന് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് കൂടും. എന്നാൽ കമ്മീഷൻ അക്കൗണ്ട് ഒരു ഇൻകം അക്കൗണ്ടാണ്, ഇൻകം അക്കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഒക്കെ നമ്മൾ എക്സാമിൽ ഈ ഒരു ടേബിൾ നമ്മൾ അസറ്റ് ആൻഡ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നോക്കാം. ഒന്ന് അക്കൗണ്ട്സ് എന്താണ്? ട്രാൻസാക്ഷൻ സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു എ പേഴ്സൺ ഓർ ഐറ്റം, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഐറ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് സമ്മറൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് അക്കൗണ്ട്സ്. നമ്മൾ ജേണലിന് ശേഷം വരുന്ന ലെഡ്ജറിനെ കുറിച്ച് പറഞ്ഞു, ലെഡ്ജറിനെയാണ് നമ്മൾ അക്കൗണ്ട്സ് എന്ന് പറയാം. പിന്നെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള റിസീവിങ് ആസ്പെക്റ്റ് ആണ്, ക്രെഡിറ്റ് എന്നുള്ള ഗിവിങ് ആസ്പെക്റ്റ് ആണ്. ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് എന്താണ്? ഏത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും മിനിമം അത് രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും, ഒന്നിനെ ഡെബിറ്റ് ആയിട്ട് ബാധിക്കും, ഒന്നിന് ക്രെഡിറ്റ് ആയിട്ട് ബാധിക്കും. പിന്നെ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അക്കൗണ്ട് റിലേറ്റഡ് ടു എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അസറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിനാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയാം. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് റിലേറ്റഡ് ടു എക്സ്പെൻസ്, ലോസ്, ഇൻകം, ഇതിനൊക്കെയാണ് നോമിനൽ അക്കൗണ്ടിങ് എന്ന് പറയാം. അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ ഒരു അക്കൗണ്ടിങ് സൈക്കിൾ എന്തൊക്കെയുള്ളത്? ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻ നടക്കും, ജേണൽ പാസ് ചെയ്യും, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയാം. സീക്വൻസ് ഓഫ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്ത സമ്മറി ഒന്ന് നോക്കാം. അതായിട്ട് അക്കൗണ്ടിങ് പ്രോസസ് ഇൻക്ലൂഡ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ട്രാൻസാക്ഷൻസ്. അക്കൗണ്ടിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ അതായിട്ട് ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, റെക്കോർഡ് ചെയ്തതിനെ ക്ലാസിഫൈ ചെയ്യുക, പിന്നെ അതിനെ സമ്മറൈസ് ചെയ്യുക, പിന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇതിനാണ് ഈ ഒരു സൈക്കിളിനാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയാം. പിന്നെ ജേണൽ എന്ന് പറയുമ്പോൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയാണ്. നമ്മൾ ഏത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഫസ്റ്റ് പാസ് ചെയ്യുന്ന എൻട്രിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയാം. ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ട്രാൻസാക്ഷൻസ് സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് പ്രോസസ്സ് ചെയ്യുന്നതിനാണ്, പോസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലെഡ്ജറിങ് എന്ന് പറയാം. നമ്മൾ എക്സ്പെൻസ് ലെഡ്ജർ, ഇൻകം ലെഡ്ജർ അല്ലെങ്കിൽ അസറ്റ് ലെഡ്ജർ, ഇതിനൊക്കെ നമ്മൾ ലെഡ്ജറായിട്ട് പറഞ്ഞു. പിന്നെ ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി, മറ്റ് ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് ഉപയോഗിക്കുന്നത്. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഓൾവേസ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പറഞ്ഞു, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതിനാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയാം. പിന്നെ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ലെഡ്ജറിനാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയാം. സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു എ സ്പെസിഫിക് ഐറ്റം, ഒരു സ്പെസിഫിക് ഐറ്റം റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് സമ്മറൈസ് ചെയ്താൽ അതിനാണ് അക്കൗണ്ട് എന്ന് പറയാം.
അക്കൗണ്ട്സിനെ നമ്മൾ 3 രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്തു. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്സ്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നാച്ചുറൽ പേഴ്സണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺസിനെയും നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയും. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബിസിനസ് ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടിനെയും അസറ്റിനൊക്കെയാണ് റിയൽ അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസിനാണ് നമ്മൾ നോമിനൽ അക്കൗണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. എക്സ്പെൻസ്, ലോസ്, ഇൻകം, ഗെയിൻ ഇതൊക്കെ നോമിനൽ അക്കൗണ്ടാണ്. പിന്നെ എവറി ട്രാൻസാക്ഷൻ ഹാവ് റിസീവിങ് ആൻഡ് ഗിവിങ് ആസ്പെക്ട്. നമ്മൾ പറഞ്ഞ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഡബിൾ എൻട്രി അപ്രോച്ച് എന്താണ്? എല്ലാ ഡെബിറ്റിനും ഈക്വലായിട്ട് ക്രെഡിറ്റും ഓരോ ട്രാൻസാക്ഷനിലും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ സിമ്പിൾ റൂൾ നമ്മൾ പഠിച്ചു. അസറ്റ് ആൻഡ് എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും, അസറ്റ് ആൻഡ് എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. അസറ്റ് ആൻഡ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ കാറ്റഗറിയും കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും, കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. നമുക്കറിയാം കറക്റ്റ് ആപ്ലിക്കേഷൻ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ കറക്റ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളത് അക്കൗണ്ടിങ് ഡാറ്റൻ്റെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആക്യുറസിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.